നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു കളിക്കാരന്റെ ഫോമും ടീമിലെ സ്ഥാനവും എപ്പോഴും വലിയ വാർത്തകൾക്ക് കാരണമാകാറുണ്ട്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ട്വന്റി മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ പ്ലേയിംഗ് 11-ൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. എന്നാൽ ഈ മാറ്റത്തിന് പിന്നാലെ മാഞ്ചസ്റ്ററിലെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തു വന്ന ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ആരാധകർക്കും ക്രിക്കറ്റ് നിരീക്ഷകർക്കും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പ്ലേയിംഗ് 11-ൽ നിന്ന് മാറ്റിയെങ്കിലും സഞ്ജുവിനെ ചേർത്തു പിടിക്കുന്ന മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ നിലപാടാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മത്സരത്തിന് മുന്നോടിയായി ടീം പ്രഖ്യാപനം വന്നതിനു ശേഷമാണ് സഞ്ജു സാംസണും ഗൗതം ഗംഭീറും തമ്മിൽ ദീർഘനേരം സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. സഞ്ജുവിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഗംഭീർ സംസാരിക്കുന്ന ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ഒരു കളിക്കാരനെ ടീമിൽ നിന്ന് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസം ലഘൂകരിക്കാനും അവൻ ഇപ്പോഴും ടീമിന്റെ പ്രധാന തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ബോധ്യപ്പെടുത്താനും ഒരു പരിശീലകൻ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ വളരെ സ്വാഭാവികവും മാതൃകാപരവുമാണ്. സഞ്ജു സാംസണെ ഈ മത്സരത്തിൽ നിന്ന് മാറ്റാൻ മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സമീപകാലത്തെ ഫോമില്ലായ്മ തന്നെയാണ്. ഭാരതത്തിന്റെ 2026 ട്വന്റി ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച ഓപ്പണറാണ് സഞ്ജു സാംസൺ. ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന് ശേഷം വലിയ പ്രതീക്ഷകളോടെയാണ് താരം UK പര്യടനത്തിന് എത്തിയത്. എന്നാൽ ഈ പര്യടനത്തിൽ തുടർച്ചയായ 3 മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയർലൻഡിനെതിരായ പരമ്പരയിലെ മത്സരങ്ങളിൽ 0-നും 5 റൺസിനും പുറത്തായ സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ട്വന്റി മത്സരത്തിലും തിളങ്ങാൻ സാധിച്ചില്ല. ആ മത്സരത്തിൽ 7 പന്തുകളിൽ നിന്നും വെറും 1 റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത്. കളിയിലെ അതിവേഗ ശൈലി കാരണം ട്വന്റി ക്രിക്കറ്റിൽ കളിക്കാർക്ക് തുടർച്ചയായി ഫോം നഷ്ടപ്പെടുന്നത് സാധാരണമാണെങ്കിലും സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. സഞ്ജുവിന് താൽക്കാലികമായി ഒരു വിശ്രമം നൽകാനും മറ്റൊരു താരത്തെ പരീക്ഷിക്കാനും മാനേജ്മെന്റ് നിർബന്ധിതരായത് ഈ സാഹചര്യത്തിലാണ്. ടീം മാനേജ്മെന്റ് തങ്ങളുടെ ഓപ്പണിംഗ് സഖ്യത്തിന് ദീർഘകാല പിന്തുണ നൽകുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കകം തന്നെ സഞ്ജുവിനെ പുറത്തിരുത്തേണ്ടി വന്നു എന്നത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. ക്രിക്കറ്റിലെ സമ്മർദ്ദവും മത്സരത്തിന്റെ കാഠിന്യവും എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു തീരുമാനം വ്യക്തമാക്കുന്നു. സഞ്ജു സാംസൺ പ്ലേയിംഗ് 11-ൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെ കൗമാര പ്രതിഭയായ വൈഭവ് സൂര്യവംശിക്കാണ് ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ അവസരം ലഭിച്ചത്. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവതാരത്തെ വലിയ പ്രതീക്ഷകളോടെയാണ് മാനേജ്മെന്റ് ഓപ്പണിംഗിലേക്ക് പരിഗണിച്ചത്. എന്നാൽ കരിയറിലെ ആദ്യ അന്താരാഷ്ട്ര മത്സരത്തിന്റെ സമ്മർദ്ദം അതിജീവിക്കാൻ വൈഭവിനും പൂർണ്ണമായി കഴിഞ്ഞില്ല. മത്സരത്തിൽ വലിയൊരു ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും കളിച്ച കുറഞ്ഞ സമയം കൊണ്ട് തന്റെ കഴിവ് തെളിയിക്കാൻ വൈഭവിന് സാധിച്ചു. 10 പന്തുകൾ നേരിട്ട താരം 2 മികച്ച സിക്സറുകൾ ഉൾപ്പെടെ 14 റൺസ് നേടിയാണ് പുറത്തായത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ വേഗതയും നിലവാരവും മനസ്സിലാക്കാൻ ഈ ചെറിയ ഇന്നിംഗ്സ് യുവതാരത്തിന് സഹായിക്കും. സഞ്ജുവിന് പകരക്കാരനായി ഇറങ്ങിയ താരം വലിയൊരു സ്കോർ നേടിയില്ല എന്നത് സഞ്ജുവിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ഇപ്പോഴും സജീവമായി നിലനിർത്തുന്നുണ്ട്. സഞ്ജു സാംസണെ മാറ്റി നിർത്തിയെങ്കിലും കോച്ച് ഗൗതം ഗംഭീർ അദ്ദേഹത്തിന് നൽകിയ പിന്തുണ വളരെ വലുതാണ്. സാധാരണയായി ഒരു കളിക്കാരനെ ടീമിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. എന്നാൽ മത്സരത്തിന് തൊട്ടു മുൻപ് സഞ്ജുവിനെ അരികിലേക്ക് വിളിച്ച് കൈകൾ കോർത്തുപിടിച്ച് ദീർഘനേരം സംസാരിക്കാൻ ഗംഭീർ കാണിച്ച മനസ്സ് ശ്രദ്ധേയമാണ്. ഈ രഹസ്യ സംഭാഷണം സഞ്ജുവിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 2ാം മത്സരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്നത് സഞ്ജുവിന്റെ കരിയറിന്റെ അവസാനമല്ലെന്ന് തന്നെയാണ് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഗൗതം ഗംഭീറിനെ പോലെയുള്ള ഒരു കോച്ചിന്റെ കീഴിൽ കളിക്കുമ്പോൾ കളിക്കാർക്ക് തങ്ങളുടെ കഴിവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടാകും. സഞ്ജുവിനോട് ഫോം വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും വരാൻ പോകുന്ന മത്സരങ്ങളിൽ ലഭിക്കാൻ പോകുന്ന അവസരങ്ങളെക്കുറിച്ചുമായിരിക്കാം ഗംഭീർ സംസാരിച്ചതെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നു. ശ്രേയസ് അയ്യരുടെ നായകത്വത്തിൽ ഒരു പുതിയ ട്വന്റി ടീമിനെ കെട്ടിപ്പടുക്കുന്ന പ്രക്രിയയിലാണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുന്നോട്ടു പോകുന്നത്. ഈ പുതിയ ടീമിൽ കളിക്കാർക്ക് കൃത്യമായ പിന്തുണയും നീണ്ട അവസരങ്ങളും നൽകുമെന്ന് മാനേജ്മെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഈ ഒരു പരമ്പരയിലെ ഫോമില്ലായ്മ കൊണ്ട് മാത്രം ടീമിലെ സ്ഥാനം പൂർണ്ണമായി നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാണ്. സഞ്ജു സാംസണെ മാറ്റിക്കൊണ്ട് പുതിയൊരു ടീം കോമ്പിനേഷനുമായാണ് ഇന്ത്യ മാഞ്ചസ്റ്ററിൽ കളിക്കാൻ ഇറങ്ങിയത്. എന്നാൽ നിർഭാഗ്യവശാൽ കളിയിലെ ഭാഗ്യം മാറ്റാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചില്ല. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ
തങ്ങളുടെ ആദ്യ ട്വന്റി വിജയം സ്വന്തമാക്കാൻ ഭാരതത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 190 റൺസ് എന്ന മികച്ച സ്കോറാണ് പടുത്തുയർത്തിയത്. ബാറ്റിംഗ് നിര കൃത്യമായ ഉത്തരവാദിത്തത്തോടെയാണ് റൺസ് കണ്ടെത്തിയത്. ഒരു ട്വന്റി മത്സരത്തിൽ വിജയിക്കാൻ 190 റൺസ് എന്നത് ഭൂരിഭാഗം സമയത്തും മതിയായ ഒന്നാണ്. എന്നാൽ കളിയുടെ രണ്ടാം പകുതിയിൽ ഇന്ത്യൻ ബൗളർമാർക്ക് ആ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞില്ല. ഡെത്ത് ഓവറുകളിലെ പിഴവുകളും കൃത്യമായ ലൈനിലും ലെങ്തിലും പന്തെറിയാൻ കഴിയാത്തതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി മാറി. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിന്റെയും യുവതാരം ജേക്കബ് ബൈദേലിന്റെയും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് മത്സരം ഇന്ത്യയുടെ കൈകളിൽ നിന്ന് തട്ടിയെടുത്തത്. ഇന്ത്യൻ ബൌളിംഗ് നിരയെ വളരെ അനായാസമായാണ് ഇംഗ്ലീഷ് ബാറ്റർമാർ നേരിട്ടത്. ഒടുവിൽ 6 പന്തുകൾ ബാക്കി നിൽക്കെ ഇംഗ്ലണ്ട് 4 വിക്കറ്റുകൾക്ക് വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഈ തോൽവി വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ പ്രശ്നം ബാറ്റിംഗിൽ മാത്രമല്ല, മറിച്ച് ബൌളിംഗിലെ അച്ചടക്കമില്ലായ്മയിലാണ് എന്നാണ്. ഈ മത്സരത്തിലെ പരാജയം ഇന്ത്യൻ ടീമിന് തങ്ങളുടെ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാനുള്ള വലിയൊരു അവസരമാണ് നൽകുന്നത്. സഞ്ജു സാംസണെ പോലൊരു അനുഭവ സമ്പത്തുള്ള കളിക്കാരന്റെ സാന്നിധ്യം ഫീൽഡിംഗിലും ബാറ്റിംഗ് ഓർഡറിലും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ തോൽവി മാനേജ്മെന്റിനെ ചിന്തിപ്പിച്ചേക്കാം. ട്വന്റി ലോകകപ്പിലെ മികച്ച പ്രകടനങ്ങൾ സഞ്ജുവിന്റെ കഴിവിന്റെ തെളിവായി മുന്നിലുണ്ട്. ഒരു കളിക്കാരന് കരിയറിൽ മോശം സമയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സഞ്ജു മുൻപും ഇത്തരത്തിലുള്ള കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ശക്തമായി തിരിച്ചു വന്നിട്ടുള്ള വ്യക്തിയാണ്. കോച്ച് ഗൗതം ഗംഭീറിന്റെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉള്ളിടത്തോളം കാലം വീണ്ടും ഒരു അവസരം ലഭിക്കുമ്പോൾ അദ്ദേഹം തന്റെ തനത് ശൈലിയിലുള്ള ബാറ്റിംഗിലൂടെ ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടത് തികച്ചും കായികപരമായ കാരണങ്ങൾ കൊണ്ടാണ്. UK പര്യടനത്തിലെ 3 പരാജയങ്ങൾ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കോച്ച് ഗൗതം ഗംഭീർ അദ്ദേഹത്തിന് നൽകിയ വ്യക്തിപരമായ പിന്തുണ വലിയൊരു മാതൃകയാണ്. ടീം പരാജയപ്പെട്ടെങ്കിലും വരും മത്സരങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ഇന്ത്യ ശക്തമായി തിരിച്ചുവരുമെന്ന് പ്രതീക്ഷിക്കാം. സഞ്ജു തന്റെ ചെറിയ ഫോമില്ലായ്മ മറികടന്ന് വരും നാളുകളിൽ ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശകലനങ്ങളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.